ബഹുഭുജങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും, അത് തുറന്നിരിക്കത്തില്ല. 3 വശമോ അതിൽ കൂടുതലോ വശങ്ങളുള്ള ഫിഗറിനെ നമുക്ക് ബഹുഭുജങ്ങളെന്ന് പറയാം. അതായത് ത്രികോണം, സമേതരം, സാമാന്തരികം, അത് 4 വശമുള്ളതായി. ഇത് 5 വശമുള്ളത് പഞ്ചഭുജം, 6 വശമുള്ളത് ഷഡ്ഭുജം, അങ്ങനെ അങ്ങോട്ട് പോകും. ഈ ഒരു ബഹുഭുജത്തിൻ്റെ അല്ലെ പോളിഗൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളും എല്ലാ വശങ്ങളും തുല്യമായാൽ അത് സമബഹുഭുജമായിരിക്കും. സമബഹുഭുജത്തിൻ്റെ, അതായത് n വശങ്ങളുള്ള ഒരു സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം കാണാനുള്ള ഫോർമുല n = 360 ഡിവൈഡഡ് ബൈ ബാഹ്യകോണം, അതിൻ്റെ വെളിയിലുള്ള കോണളവ്, ബാഹ്യകോൺ. ആന്തരകോണിൻ്റെ അളവ് കാണാൻ 180ൽ നിന്ന് ബാഹ്യകോൺ തന്നിട്ടുണ്ടാകും. ബാഹ്യകോൺ കുറച്ചാണ് 180. ഇത് ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഈ പോളിഗൺ ബഹുഭുജം എന്താണ്? 3 സൈഡോ അതിൽ കൂടുതലോ ഉള്ള ക്ലോസ്ഡ് ഫിഗർ, അത് തുറന്നല്ല, ഓപ്പൺ ആയിട്ടല്ല, ക്ലോസ്ഡ് ഫിഗറാണ് ബഹുഭുജം, പോളിഗൺ. ഇത് സമബഹുഭുജം എന്ന് പറയാം. ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ നമ്മളതിനെ സമബഹുഭുജം എന്ന് പറയുന്നു. അതിൽ n വശങ്ങളുള്ള സമബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം കാണാൻ 360 ഡിവൈഡഡ് ബൈ ബാഹ്യകോൺ, വെളിയിലുള്ള കോൺ, ബാഹ്യകോൺ. ആന്തരകോൺ, അതിൻ്റെ ഉള്ളിലുള്ള കോണിൻ്റെ അളവ് കാണാൻ സമബഹുഭുജം എല്ലാ കോണും തുല്യമായിരിക്കും. 180ൽ നിന്ന് ബാഹ്യകോൺ കുറച്ചാൽ, ബാഹ്യകോൺ തന്നിട്ടുണ്ടാകും